പട്ടണത്തിലെ ജനസംഖ്യ വർഷം തോറും 5% വീതം കുറയുന്നു. ഇപ്പോൾ ജനസംഖ്യ 40,000 ആയാൽ 2 വർഷത്തിന് ശേഷമുള്ള ജനസംഖ്യ എത്ര? നമുക്ക് ഈ കണക്ക് ചെയ്യാൻ A = P × 1 - R/100 n എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. ഇതിൽ P ഇപ്പോഴത്തെ ജനസംഖ്യ, A പിന്നീടുള്ള ജനസംഖ്യ, R ജനസംഖ്യ കൂടുക അല്ലെങ്കിൽ കുറയുക ആ നിരക്ക്, N വർഷങ്ങളുടെ എണ്ണം. P ഇപ്പോഴത്തെ ജനസംഖ്യ പ്രസൻറ്റ് പോപ്പുലേഷൻ, A പിന്നീടുള്ള ജനസംഖ്യ, R ജനസംഖ്യ കൂടുക അല്ലെങ്കിൽ കുറയുക ചെയ്യുന്ന നിരക്ക്, N വർഷങ്ങളുടെ എണ്ണം. നമുക്ക് വില കൊടുക്കാം. പിന്നീടുള്ള ജനസംഖ്യയാണ് നമുക്ക് കാണേണ്ടത്, 2 വർഷത്തിന് ശേഷമുള്ള ജനസംഖ്യ. അപ്പോൾ A = P ഇപ്പോഴുള്ള ജനസംഖ്യ എത്രയാണ്? 40,000. 1 2 3 4 40,000 × 1 കുറയ്ക്കണം. എത്ര ശതമാനം വെച്ചിട്ടാണ് കുറയണത്? 5%. അപ്പോൾ R/100 എന്നുള്ളത് നമുക്ക് 5/100 എത്ര വർഷമാണ്? 2 40,000 ഇൻറ്റു ഇത് കുറയ്ക്കുമ്പോൾ എത്ര വരിക? 1 × 100, 100ന്ന് 5 കുറച്ചാൽ 95/100. 1 × 100 100, അതിൽ നിന്ന് 5 കുറയ്ക്കുക. അപ്പോൾ 95/100 സ്ക്വയർ ഉണ്ട്, 2 തവണ എഴുതണം, ഇൻറ്റു 95/100. നമുക്കിതിൽ ഈ 4 പൂജ്യവും ഈ 100ഉം 100ഉം വെട്ടിക്കളയാം. ബാക്കി 4 × 95 × 95. നമുക്ക് 95 × 95 95 സ്ക്വയറാണ്. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട്. 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാൻ എളുപ്പ വഴി, നമ്മൾ 5ൻ്റെ സ്ക്വയർ എഴുതുക. എത്രയാണ്? 25. എന്നിട്ട് 10ൻ്റെ സ്ഥാനത്ത് അക്കെടുക്കുക. 9 അല്ലേ? അതിൻ്റെ അടുത്ത സംഖ്യ എത്രയാണ്? 10. ആ 9 × 10 90. 9025. ഒരിക്കൽ കൂടി പറയാം. 5ൻ്റെ സ്ക്വയർ എഴുതി 25, 10ൻ്റെ സ്ഥാനത്താക്കം 9, 9 കഴിഞ്ഞാൽ അടുത്ത രണ്ട് സംഖ്യ 10. ആ 9ഉം 10ഉം കൂടി ഗുണിക്കുക. 9 × 10 90. അപ്പോൾ 95ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു 9025. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. 4 5 20, ശിഷ്ടം 2, 4 2 8 2 10, 4 9 36. 2 വർഷം കഴിഞ്ഞാൽ ആ പട്ടണത്തിലെ ജനസംഖ്യ എത്രയായിരിക്കും? 36,100.